Hi all, welcome to One's Coaching. Today we are going to discuss the previous year question discussion session related to Akbar, partition of Bengal and Swadeshi movement. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ സ്വദേശി മൂവ്മെന്റ്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആൻഡ് എംപറർ അക്ബർ ഒക്കെ ഡിസ്കസ് ചെയ്തു. അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ് ദ സബ്സിഡി സിസ്റ്റം? സബ്സിഡി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഷേർഷാ, ഗിയാസുദ്ദീൻ തുഗ്ലക്, അക്ബർ, സിക്കിന്ദർ ലോധി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സബ്സിഡി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അക്ബർ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയർ ഡിഡ് എംപറർ അക്ബർ ബാൻ സ്ലേവറി? സ്ലേവറി ബാൻ ചെയ്തത് എന്നാണ്? അക്ബർ എന്നാണ് സ്ലേവറി ബാൻ ചെയ്തത്? 1562, 1563, 1564 ആൻഡ് 1575. അതിൽ ആൻസർ 1562 അക്ബർ എന്ത് ചെയ്തത്? സ്ലേവറി, അടിമത്തം ബാൻ ചെയ്തത്. Who introduced the Mansabdari system? Mansabdari system നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ലാൻഡ് ഒക്കെ ഡിവൈഡ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, കുറച്ച് ആൾക്കാർക്ക് റാങ്ക് കൊടുക്കുന്നു, അതായത് ഒഫീഷ്യൽസിനൊക്കെ റാങ്ക് കൊടുക്കുന്നു. ആ റാങ്കിനനുസരിച്ചാണ് അവർ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നതെന്നാണ് മൻസാബ്ദാരി സിസ്റ്റം പറയുന്നത്. അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അക്ബർ, ഔറംഗസീബ്, ജഹാംഗീർ, ബാബർ. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? മൻസാബ്ദാരി സിസ്റ്റം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അക്ബർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അക്ബർ അതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് എന്ത്? ജാഗിർദാരി സിസ്റ്റം. ജാഗിർദാരി സിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ്. അതും ഫോർമുലേറ്റ് ചെയ്തത് അക്ബർ ആണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയർ ഡിഡ് എംപറർ അക്ബർ ബാൻ ദ പ്രാക്ടീസ് ഓഫ് സതി? സതി പ്രാക്ടീസ് എന്നാണ് ബാൻ ചെയ്തത്? അപ്പൊ അക്ബർ ആണ് സതി ബാൻ ചെയ്തത്. സ്ലേവറി ബാൻ ചെയ്തത് എന്നാണ് പഠിക്കണം. അതുപോലെ തന്നെ സതി ബാൻ ചെയ്തത് 1591 സതി ബാൻ ചെയ്തത്. ഈ 3 ഇയേഴ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബാക്കിയൊന്നും അങ്ങനെ ഇയേഴ്സ് ചോദിക്കാറില്ല. ഹു ബിൽഡ് ദ ബുലന്ദ് ദർവാസ? ബുലന്ദ് ദർവാസ ആരാണ് പണിയെഴുപ്പിച്ചത്? ബാബർ, ഹുമയൂൺ, ഔറംഗസീബ്, അക്ബർ. ഈ ഔറംഗസീബ് ആരാണ്? ഔറംഗസീബ് അക്ബറിന്റെ ഒരു സക്സസർ ആണ്. ജഹാംഗീർ, ഷാജഹാൻ, പിന്നെ ഔറംഗസീബ് ആണ് 3 സക്സസേഴ്സ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ബുലന്ദ് ദർവാസ ആരാണ് ബിൽഡ് ചെയ്തത്? ബുലന്ദ് ദർവാസ ബിൽഡ് ചെയ്തത് അക്ബർ ആണ്. ഇനി വാട്ട് വാസ് ദ പ്രിൻസിപ്പൽ റീസൺ ഫോർ ബംഗാൾസ് ഡിവിഷൻ? ബംഗാൾ ഡിവിഷന്റെ കാരണം എന്താണ്? Option A, as a result of cultural difference between East and West Bengal, the British sought to simplify the legal system. Option C, a large bulk of Bengalis supported religious separation. Option D, the British desired for Indians to be separated. Answer എന്താണ്? The British sought to simplify the legal system. അല്ലെ, അവർക്ക് എല്ലാ കാര്യങ്ങളും ഭരിക്കാൻ പറ്റുന്നില്ല. ഈസ്റ്റേൺ പ്രൊവിൻസസിലോട്ടൊന്നും അവരുടെ ശ്രദ്ധ എത്തുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു? അവിടെ ഡിവൈഡ് ചെയ്ത് അവരുടെ ലീഗൽ സിസ്റ്റം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബംഗാൾ ഡിവിഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ പോസിബിൾ ആവും. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ കോൺകർ ചെയ്ത് എടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇനി ഹു വാസ് ദ വൈസ്രോയ് ഓഫ് ഇന്ത്യ ഡ്യൂറിങ് സ്വദേശി മൂവ്മെന്റ്? സ്വദേശി മൂവ്മെന്റ് ആയിരുന്നപ്പം ആരായിരുന്നു വൈസ്രോയ്? ആരായിരുന്നു? കൾസൺ, ലോർഡ് ഇർവിൻ, ലോർഡ് വില്ലിംഗ്ടൺ, ലോർഡ് ലാൻസ്ഡൗൺ. ആരായിരുന്നു? കൾസൺ ആയിരുന്നു വൈസ്രോയ്. സ്വദേശി മൂവ്മെന്റും പാർട്ടീഷൻ ഓഫ് ബംഗാളിന്റെയും വൈസ്രോയ് ആര് തന്നെയായിരുന്നു? കൾസൺ തന്നെയായിരുന്നു. ഇത് രണ്ടും നടന്ന വർഷം എന്നാണ്? 1905 ഇത് രണ്ടും നടന്നത്. ലോർഡ് കൾസൺ ആണ് സ്വദേശി മൂവ്മെന്റ് സമയത്ത് വൈസ്രോയ്. നെക്സ്റ്റ് വൺ, ഹു among the following is not the chief architect of സ്വദേശി മൂവ്മെന്റ്? സ്വദേശി മൂവ്മെന്റ് ചീഫ് ആർക്കിടെക്ട് അല്ലാത്തത്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, കുറച്ച് ലീഡേഴ്സിന്റെ പേര് പറഞ്ഞു. അതിനകത്ത് അരവിന്ദ് ഘോഷ്, ലോക്മാന്യ ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാലൊക്കെ ഇതിന്റെ ലീഡേഴ്സ് ആണ്. മഹാത്മാഗാന്ധി മാത്രം ആ സമയത്ത് ഇതിന്റെ ലീഡർ അല്ലായിരുന്നു. മഹാത്മാഗാന്ധി സമയത്തൊക്കെ സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. മഹാത്മാഗാന്ധി ഇതിന്റെ ലീഡർ അല്ല. സ്വദേശി മൂവ്മെന്റ് ലീഡർ അല്ലാത്തത് ആരാണ്? MK ഗാന്ധി. അരവിന്ദ് ഘോഷ്, ബാലഗംഗാധർ തിലക് ആൻഡ് ബിപിൻ ചന്ദ്രപാലൊക്കെ ഇതിന്റെ ലീഡേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Amar Sonar Bangla, the national anthem of Bangladesh was composed by? Amar Sonar Bangla, national anthem of Bangladesh ആരാണ് കമ്പോസ് ചെയ്തത്? രവീന്ദ്രനാഥ് ടാഗോർ, ദ്വിജേന്ദ്രനാഥ് ടാഗോർ, ദേവേന്ദ്രനാഥ് ടാഗോർ ആൻഡ് അഭിനീന്ദ്രനാഥ് ടാഗോർ. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് നമ്മുടെ ജനഗണമനയും എന്ത് ചെയ്തത്? നാഷണൽ ആന്തം, നമ്മുടെ നാഷണൽ ആന്തം ആയിട്ടുള്ള നാഷണൽ ആന്തം ഓഫ് ഇന്ത്യ, ജനഗണമനയും കമ്പോസ് ചെയ്തത് ആര് തന്നെയാണ്? രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. നെക്സ്റ്റ് വൺ, സ്വദേശി മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ്? എന്നാണ് സ്വദേശി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്? ഓപ്ഷൻ എ, ആന്റി ബംഗാൾ പാർട്ടീഷൻ അജിറ്റേഷൻ, ദ ഫസ്റ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇൻ 1990, 1992, ചമ്പാരൻ സത്യാഗ്രഹ,
പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് റൗലറ്റ് ആക്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആന്റി ബംഗാൾ പാർട്ടീഷൻ നടന്നത് എന്നാണ് 1905 to 1911 ആണ്. സ്വദേശി മൂവ്മെന്റ് എന്നാണ് 1905 ആണ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇയർ ഇവിടെ പറയുന്നുണ്ട് 1990 to 20 ആണ്. ചമ്പാരൻ സത്യാഗ്രഹം 1917 ആണ്. റൗലറ്റ് ആക്ട് എന്നാണ് 1919 ആണ്. അപ്പൊ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇയർ നോക്കിക്കേ. ഇപ്പൊ ആന്റി ബംഗാൾ പാർട്ടീഷൻ ആണ് ഈ സ്വദേശി മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തത്. രണ്ടും 1905 സ്റ്റാർട്ട് ചെയ്തത്. ബംഗാൾ പാർട്ടീഷൻ സ്റ്റാർട്ട് ചെയ്തത്, സ്വദേശി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് നമ്മുടെ 1905. വിച്ച് ഇയർ ലോർഡ് കഴ്സൺ ഓർഡർ ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ? എന്നാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടന്നത്? 1905. 1911 എന്ത് നടന്നത്? റീയൂണിഫിക്കേഷൻ നടന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ബംഗാൾ ആദ്യം 1905 ഡിവൈഡ് ചെയ്തു, പിന്നെ റീയുണൈറ്റ് ചെയ്തു 1911. അത് ആരായിരുന്നു യുണൈറ്റ് ചെയ്തത്? ഹാർഡിഞ്ച് എന്ന് പറയുന്ന ലോർഡായിരുന്നു. ഹാർഡിഞ്ച് വൈസ്രോയി ആയിരുന്നു റീയുണൈറ്റ് ചെയ്തത്. പാർട്ടീഷൻ ചെയ്തത് ആരാണ്? കഴ്സൺ ആണ്. ഇനി ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡ്യൂറിംഗ് സ്വദേശി മൂവ്മെന്റ്? സ്വദേശി മൂവ്മെന്റ് സമയത്ത് INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? 1905 സ്വദേശി മൂവ്മെന്റ്. അപ്പൊ 1905 പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഓപ്ഷൻ എ ദാദാഭായ് നവറോജി ആണ് 1905 പ്രസിഡന്റ്. Thank you. With this we conclude this session. Thank you. Keep watching once.